നമുക്ക് ജപ്പാനിൽ നോക്കിയാൽ ഓക്കെ ജപ്പാനിൽ നോക്കിയാൽ നമ്മൾ മത്സരിക്കുന്നത് ഇപ്പോൾ ഒരു ഷൂ കടയുടെ സമരം എന്ന് പറയുന്നത് ഒരു ഷൂ മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും മണി മുടക്കത്തിൽ ലെഫ്റ്റ് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മയായിട്ട് വിഷ്ണു ഞാൻ 10 വർഷമേ ജീവിച്ചിട്ടുള്ളൂ. 10 years ഇൻ മൈ ലൈഫ്. അപ്പം അമ്മയുടെ സ്നേഹം ആഘോഷിക്കാനും ആസ്വദിക്കാനും പറ്റാതെ പോയതിൻ്റെ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സോ യു ക്യാൻ കോൾ ഇറ്റ് എ റിവെഞ്ച് ഓ വാട്ട് എവർ ഇറ്റ്. അപ്പം എൻ്റെ അമ്മയുടെ 47ാമത്തെ വയസ്സ് മരിച്ചുപോയി. ഞാൻ ഗീതയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ച് തിരിച്ചു വന്നതിന് ശേഷം വേണം നിങ്ങൾ ജന്മമെടുക്കാൻ, കാരണം ഐ ജസ്റ്റ് വോണ്ട് ടു ടേക്ക് എ ബർത്ത് അഗെയിൻ ആസ് യുവർ സൺ. അപ്പം എൻ്റെ അമ്മ അവിടെ വെയിറ്റ് ചെയ്യണം, എൻ്റെ അമ്മ ലോങ് ചെയ്യണം. അത് എൻ്റെ ടൈപ്പ് ഓഫ് ഒരു സ്വീറ്റ്നെസ് ആയിട്ട് വിഷ്ണു കണ്ടാൽ മതി. അതല്ലാണ്ട് ഒക്കെ തിരുത്തി പാട്ടും പാടി സ്കൂളിലും കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വന്ന് ഒരമ്മയുടെ മോനൊന്നുമല്ല ഞാൻ. എനിക്കതിനകത്ത് വിഷമമൊന്നുമില്ല. അപ്പം സ്വാഭാവികമായും ചെറുപ്പകാലങ്ങൾ വളരെ മോശമാകുമ്പോൾ എല്ലാവരും ക്രിമിനലാവുക, ഡ്രഗ് അഡിക്റ്റ് ആവുക. അപ്പം ഞാനങ്ങനെ ആളല്ല. അപ്പോൾ അങ്ങനെ അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ല എന്നും പറഞ്ഞ് അതൊരു കാരണമാക്കി പോകുന്ന ആൾക്കാർക്ക് ഞാനൊരു ലിവിങ് എക്സാമ്പിൾ കൂടെ ആവട്ടെ. നമ്പർ 1. നമ്പർ 2, ഗീതയമ്മയെ ദൈവം പെട്ടെന്ന് തട്ടിപ്പറിച്ചവൻ. അതുകൊണ്ട് ഇന്നെനിക്ക് ഏകദേശം 3.5 ലക്ഷം ഫോളോവേഴ്സിനെ അടുപ്പിച്ചുണ്ട്, മില്യൺ വ്യൂസും ഉണ്ട്. എൻ്റെ ബ്ലെസ്സിങ് എന്താ അറിയാം വിഷ്ണു, ഇന്ന് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്മമാരുണ്ട്. എനിക്ക് എടുത്തു പറയാം. ഇപ്പോൾ RG എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. ഞാൻ ഈ അമ്മയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. RG ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഗ്രൂപ്പിൻ്റെ ഓണറാണ് അംബിക രമേശ് എന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല വിഷ്ണു. എന്നെ വിളിച്ചിട്ട് 10-15 മിനിറ്റ് സംസാരിക്കും. അവരുടെ മകനാണെന്നാണ് പറയുന്നത്. അങ്ങനെ എന്നെ കോഴിക്കോടോട്ട് വിളിച്ചു ഒരു ദിവസം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ. വിഷ്ണു എന്ന് പറയുന്നൊരു മകൻ അവർക്ക് ഓൾറെഡി ഉണ്ട്. സുഹാസ് നമ്പ്യാർ എന്നതൊരു അമ്മ, ഞാൻ കണ്ടിട്ടില്ല. എന്നെ ഔട്ട് ഓഫ് ദ ബ്ലൂ വിളിക്കുന്നു. എന്നെ കാണാൻ മോള് സ്പെയിനിൽ നിന്ന് വന്നപ്പം വണ്ടിയും വിളിച്ച് മോളെയും കൂട്ടി ഫുഡ് കഴിക്കാൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ മകനാണെന്നാണ് പറയുന്നത്. ഗീതാ പിള്ളൈ, അങ്ങനെ എത്ര സഹോദരിമാർ. ഈ 3.5 ലക്ഷത്തിൽ ഞാൻ സമ്പാദിച്ചിരിക്കുന്ന, എൻ്റെ കൂടെ ഉള്ളവർ ഉൾപ്പെടെ ഞാൻ സമ്പാദിച്ചിരിക്കുന്ന മൊത്തം സ്നേഹവും ഈ വീട്ടമ്മമാരുടെയാണ്. ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു ഇൻ്റർവ്യൂവിൽ, ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മിനിമം 2000 അമ്മമാരെങ്കിലും കറി. അത്രയും സ്നേഹം ഞാൻ പിടിച്ചു പറ്റി എന്നുള്ളത് എൻ്റെ ഒരു റിവെഞ്ചായിട്ട് എടുത്തോ. ഉറപ്പിച്ചു പറയാം, അപ്പോൾ ഒരു തരിമ്പ് പോലും ഇല്ല അമ്മയോട് ദേഷ്യം. എനിക്കെന്തിനാ ദേഷ്യം? ദൈവം തന്നൊരു സൃഷ്ടി. പക്ഷേ എൻ്റെ അമ്മയാണ് എൻ്റെ ക്വീൻ. എൻ്റെ അമ്മയാണ് ഇന്നും എൻ്റെ ക്വീൻ. ഇന്ന് ഗീതയമ്മയുടെ പേരിലാണ് എൻ്റെ പ്രോഡക്റ്റ്സ് ഇറങ്ങുന്നത്. ഗീതയമ്മ അറിഞ്ഞുകൂടാത്ത അമ്മ മരിച്ചിട്ട് 22 വർഷമായി. ഈ 22 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഈ സമൂഹത്തിൽ എവിടെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഇന്നും താങ്കൾ സംസാരിച്ച എൻ്റെ അമ്മയെ പറ്റിയാണ്, എൻ്റെ അച്ഛനെ പറ്റിയില്ല. എന്നെ ഞാനാക്കിയത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയല്ല. എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ ഡെവലപ്മെൻറ്റ്, എന്നെ സ്കൂളിൽ നിന്ന് കൊള്ളത്തില്ല എന്നും പറഞ്ഞ് TC വാങ്ങിച്ചില്ലെങ്കിൽ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഇൻഫൻറ്റ് ജീസസ് സ്കൂൾ തങ്കശ്ശേരി എന്നാണ് എൻ്റെ അച്ഛൻ കൊണ്ടുപോകുന്നത്. ആ വിജയൻ എന്ന് പറയുന്ന ആളാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത്. എൻ്റെ ക്വാളിറ്റി, എൻ്റെ ലാംഗ്വേജ് എല്ലാം ഇംപ്രൊവൈസ് ചെയ്ത് ആ അച്ഛനെ ഞാൻ ഹൃദയത്തിലും ഞാൻ എൻ്റെ അമ്മയെ വാക്കുകളിലുമാണ് കൊണ്ടു നടക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നിങ്ങൾ എൻ്റെ ഒരു ഇതിലും കാണത്തില്ല. ഒരുപക്ഷെ കണ്ണാടി, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ കണ്ണാടി നോക്കിയാൽ എനിക്ക് എൻ്റെ അച്ഛനെ കാണാം. ഡിറ്റോ കോപ്പിയാണ്. അപ്പോൾ അതെൻ്റെ ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. പാരൻസിനെ കുറച്ചുകൂടി ഇന്നത്തെ അവസ്ഥ ഒരു 10-15 വർഷം മുമ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ പാരൻസിനെ കുറേ കൂടിയൊക്കെ റിഗ്രറ്റ് അല്ല, എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. എനിക്ക് അന്ന് അവസ്ഥയില്ലല്ലോ, ഒരവസരം ഇന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നോ എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ്. എൻ്റെ അച്ഛൻ്റെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഞാൻ എന്നും. എൻ്റെ അച്ഛനാണ് എന്നെ ഗ്രൂം ചെയ്തത്. ഞാൻ ഒരു ബേസിക്കലി ഈ പറഞ്ഞ കണക്ക് ഒന്നിനും കൊള്ളാത്തൊരുത്തനാണ്. എൻ്റെ അച്ഛനാണ് എന്നെ ഗ്രൂം ചെയ്തതും ഡെവലപ്പ് ചെയ്തതും, എന്നെ പ്രോഗ്രാംസിന് കൊണ്ടുപോയത്, എന്നെ സ്പോർട്സിന് കൊണ്ടുപോയത്, ഡെവലപ്പ് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് ഉറക്കം ഒഴിഞ്ഞിരുന്നു. പാവപ്പെട്ടവൻ രാവിലെ 5:30 മണിക്ക് ജോലിക്ക് പോകണം. ഞാൻ എന്നെ പഠിപ്പിച്ച് പരീക്ഷയാണ്. വെളുപ്പാങ്കാലത്ത് 5 മണി വരെ ആ തന്ത വെളുപ്പാങ്കാലത്ത് 5 മണി വരെ ഉറക്കം ഒഴിഞ്ഞിരുന്ന് ഉറങ്ങിപ്പോകുമ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്ന് വായിൽ വയ്ക്കും. സാധാരണ അടിയായിരുന്നു. അപ്പോൾ അത് കിട്ടുന്നത് ഞെട്ടി എനിക്ക്. അപ്പം എൻ്റെ അച്ഛനോടുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മകനോട് അടിക്കുന്ന ഡയലോഗ്, ഇതിപ്പോൾ അവൻ കാണുമല്ലോ, എൻ്റെ തന്തയുടെ അത്രയും ഞാൻ വന്നിട്ടില്ല നിന്നെ നോക്കുന്ന കാര്യത്തിലൊന്നും. അതാണ് എൻ്റെ ഏറ്റവും വലിയ കോംപ്ലക്സ്. കാരണം വിജയൻ എന്നും ടോപ്പാണ്. അതും കൊപ്ര കച്ചവടക്കാരൻ്റെ മോൻ്റെ കാര്യമാണ്. ഗീതയമ്മ ഒന്നുമില്ലെങ്കിലും വന്ന് വൈദ്യര് കുടുംബത്തിൽ നിന്നാണ്. ഗീതയമ്മ വന്നത് 10-100 വർഷം പാരമ്പര്യമുള്ള ഒരു വൈദ്യര് കുടുംബത്തിൽ നിന്ന്.
ഗീതാമ്മയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഗീതാമ്മ ഒരു റോയൽ ലേഡിയാണ്. പിന്നെ ഗീതാമ്മയ്ക്ക് ഒരു പണ്ടത്തെ ലേഡിയാണ്. അപ്പോൾ ഹസ്ബൻഡാണ് എല്ലാം, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ മക്കള്. ഇന്നിപ്പോൾ അങ്ങനെ അല്ലല്ലോ അമ്മമാർ. ഈ ഷെഫ് നല്ലൊരു സിഗ്നേച്ചർ രീതിയാണല്ലോ ഭക്ഷണം കുഴച്ച് കൈകൊണ്ട് തന്നെ കുഴച്ച് വായിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിന് ഒരു മദർലി അഫെക്ഷനൊക്കെ ആയിട്ടാണ് സാർ ബ്ലെൻഡ് ചെയ്യുന്നത് പലപ്പോഴും. ഈ അടുത്ത് ടിനി ടോം ഇങ്ങനെ ഭക്ഷണം മറ്റൊരാൾ കുഴച്ച ഭക്ഷണം വായി വെച്ച് തരുന്നതിൻ്റെ വൃത്തിഹീനതയെ പറ്റി പറയുന്നൊരു വീഡിയോ സർക്കുലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പലരും ഈ വീഡിയോനെ അസോസിയേറ്റ് ചെയ്യുന്നത് ഷെഫ് നളൻ അദ്ദേഹത്തിന് കുഴച്ചു കൊടുത്തല്ലോ, അപ്പോൾ അദ്ദേഹം നേരിട്ട ദുരനുഭവം ഒക്കെ ആയിട്ടാണ്. ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും ഈ ഒരു വീഡിയോ. ഈ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിയാക്ഷൻസിനെ അങ്ങനെ പ്രതികരിക്കുന്നവരോട് എന്താണ് പ്രതികരണം? കൂടെ ഈ ഭക്ഷണം കുഴച്ച് ഇപ്പോൾ തൻ്റേതല്ലാത്ത കൈകൊണ്ട് കുഴച്ച് കൈ കിട്ടുന്ന ഭക്ഷണം അതിന് വൃത്തിഹീനതയുടെ ടാഗിലേക്ക് കൊണ്ടുവരുന്നവരോട് എന്താ പ്രതികരിക്കാറുള്ളത്? ഓരോന്നും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ്. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ വണ്ടിയും വിളിച്ച് വരുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം ടിനിച്ചേട്ടൻ എൻ്റെ ഏറ്റവും അടുത്ത ചങ്കാണ്. ടിനിച്ചേട്ടന് ഞാൻ ഇനിയും വിളിച്ചിരുത്തി വാരി കൊടുക്കുന്ന വീഡിയോസും ഫോട്ടോസും ഞാൻ അയച്ചു. പുള്ളി ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാൻ അടിച്ചതായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ചോറ് വെന്തോന്ന് നോക്കാൻ രണ്ടരി ഞെക്കി നോക്കിയാൽ മതി. ടിനിച്ചേട്ടനായിട്ടുള്ള എൻ്റെ ബന്ധം വർഷങ്ങളായിട്ടുള്ളതാണ്. ടിനിച്ചേട്ടൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം വെച്ച് വാരി കൊടുത്തവനെ. അപ്പം ടിനിച്ചേട്ടൻ ഒരു എന്താ പറയുക, ഒരു പ്രാസത്തിൻ്റെ പേരിലൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അമ്പിളിയമ്മാനെ നോക്കി കുരയ്ക്കുന്ന പട്ടിയെ ഞാൻ കല്ലെറിയാൻ പോയിട്ട് കാര്യമുണ്ടോ? അമ്പിളിയമ്മാൻ്റെ പണിയെടുത്ത് പോയിക്കൊണ്ടിരിക്കും. പട്ടി എന്തിനാ കുറച്ചെന്ന് അമ്പിളിയമ്മാൻ അന്വേഷിക്കാറുണ്ടോ? ഞാൻ അന്വേഷിക്കാറില്ല. ഈ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പല സജഷൻസും കമൻസും അത് അവരുടെ ടൈമാണ്. അവർക്ക് പറയാനുള്ള അധികാരം ഉണ്ടായിരിക്കാം, അവരുടെ സ്പേസ് ആയിരിക്കാം. പക്ഷെ എനിക്കതിന് ടൈമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞ ദിവസം ടിനിച്ചേട്ടനെ വിളിച്ചിരുന്നു. എന്തുകൊണ്ട് വിശേഷമെന്ന് ചോദിച്ചു. കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പുള്ളിയുടെ പ്രോഗ്രാംസ് എല്ലാം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പക്രു ചേട്ടനെ പുള്ളിയാണ് എനിക്ക് കണക്ട് ചെയ്ത് തന്നെ. പക്രു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്കൊരു കുക്കിംഗ് വീഡിയോ വേണമെന്ന്. പിന്നെ വാരി കൊടുക്കുന്നതെന്ന് പറയുന്നത് ബേസിക്കലി ഒരു മീലിൻ്റെ ടോട്ടൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലവാണ്. ഇപ്പോൾ വിഷ്ണുവിനെ ഞാൻ ചാലഞ്ച് ചെയ്യാണ്. വിഷ്ണു എൻ്റെ റെസ്റ്റോറൻറ്റിൽ വരണം, ഞാൻ വരുത്തരാം. വിഷ്ണുവിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിഷ്ണു അവിടെ ഇരുന്ന് ലൈവ് പോകണം. അത്ര കോൺഫിഡൻ്റ് ആയാലും നമ്മൾ അപ്പം തീർക്കണം. അല്ല പിന്നെ പോയിട്ട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എത്രയോ പെൺകുട്ടികൾ, ആൺകുട്ടികൾ, എൻ്റെ അനിയന്മാർ, എൻ്റെ കൂടപ്പിറപ്പുകൾ, എൻ്റെ ചങ്കുകളെന്ന് പറയാം, ഞാൻ വാരി കൊടുത്ത് കണ്ണ് നിറയുന്നത്. അതായത് എൻ്റെ അച്ഛൻ വാരി തന്നതിന് ശേഷം മരിച്ചുപോയ അച്ഛന്മാർ. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ വിഷ്ണുവിന് വാരി തരുന്ന ഒരു കൂടപ്പിറപ്പിനെ കണക്ക് അല്ലാണ്ട് ഞാൻ എൻ്റെ പട്ടിഷോ കാണിക്കാനല്ല. ഞാനപ്പോൾ താങ്കളെ അമ്മയെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ വരുത്തരുന്നത്. പറയുന്ന മനസ്സിലായില്ലേ? ഞാൻ താങ്കളെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കാനാണ്. അതല്ലാണ്ട് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്ത് ഞാനെങ്ങും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ വാരി കൊടുക്കുന്ന ഒരു ഫോട്ടോയും ഞാൻ കുക്ക് ചെയ്തിട്ട് ഇത് പൊളിയാന്ന് പറയുന്നതോ എന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോയും ഒരു കുക്കറി ഷോയും ഷെഫ് നളൻ ചെയ്തിട്ടില്ല. ഇനി ബ്രദർ ഒന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കണം. അല്ല ചെയ്തിട്ടില്ല, എനിക്കറിയാം. സ്ട്രൈറ്റ് ഫ്രം ദ ഹാർട്ട്. വെരി മച്ച്.